ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഋഷി സുരേഷ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. സെപ്റ്റംബർ 13-നാണ് ഉപജില്ലാതല മത്സരം. ഓഗസ്റ്റ് 10-നായിരുന്നു, അത് മാറ്റിവെച്ചു. അപ്പോൾ നമുക്ക് ഒത്തിരി സമയമുണ്ട് പഠിക്കാൻ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഗുജറാത്ത്. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ആര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്ത ചോദ്യം: ഗാന്ധിജി ഏത് രാജ്യത്താണ് തൻ്റെ നിയമപഠനം പൂർത്തിയാക്കിയത്? ഗാന്ധിജി ഏത് രാജ്യത്താണ് തൻ്റെ നിയമപഠനം പൂർത്തിയാക്കിയത്? ഉത്തരം ഇംഗ്ലണ്ട്. അടുത്ത ചോദ്യം: ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം? ഉത്തരം 1948. അടുത്ത ചോദ്യം: സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം ബാലഗംഗാധര തിലക്. അടുത്ത ചോദ്യം: നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നെഹ്റുവിൻ്റെ സമാധി സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ശാന്തിവനം. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആദ്യ ഇന്ത്യൻ വനിത? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആദ്യ ഇന്ത്യൻ വനിത? ആദ്യ വനിത ആനി ബസന്റാണ്. ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സരോജിനി നായിഡു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഉത്തരം സരോജിനി നായിഡു. അടുത്ത ചോദ്യം: 1942 ഓഗസ്റ്റ് 8-ന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? 1942 ഓഗസ്റ്റ് 8-ന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമം? മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമം? ഉത്തരം സബർമതി ആശ്രമം. ഉത്തരം സബർമതി. അടുത്ത ചോദ്യം: ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽ പാലം? ഇവിടുത്തെ പത്രത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വന്നൊരു വാർത്തയൊക്കെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ചെനാബ്. ഉത്തരം ചെനാബ്. അടുത്ത ചോദ്യം: നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ? നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ? ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ. അടുത്ത ചോദ്യം നോക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും PDF രൂപത്തിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ക്വിസ് മത്സരങ്ങളും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അടുത്ത ചോദ്യം ഇതാണ്: 1938 നെഹ്റു ആരംഭിച്ച പത്രം? ഉത്തരം നാഷണൽ ഹെറാൾഡ്. അടുത്ത ചോദ്യം: ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബാബ ആംദെ. അടുത്ത ചോദ്യം: ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം? ഉത്തരം ന്യൂഡൽഹി. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഝാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം വഹിച്ചത് ആരാണ്? ഉത്തരം ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്ത ചോദ്യം: ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം അബ്ബാസ് തിയാബ്ജി. ഗാന്ധിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ മലയാളി?
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി? ഉത്തരം സി ശങ്കരൻ നായർ. ഉത്തരം സി ശങ്കരൻ നായർ. അടുത്ത ചോദ്യം. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ച ട്രസ്റ്റിൻ്റെ പേര്? ഉത്തരം നവജീവൻ ട്രസ്റ്റ്. അടുത്ത ചോദ്യം. ആകാശമിഠായി എന്നത് ആരുടെ സ്മാരകത്തിൻ്റെ പേരാണ്? ആകാശമിഠായി എന്നത് ആരുടെ സ്മാരകത്തിൻ്റെ പേരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മുടെ രാഷ്ട്രപിതാവ് ആരായിരുന്നു? നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഉത്തരം കമൻറ്റ് ചെയ്തിട്ടുള്ളത് റജിത, ഋത്വിക് സുരേഷ്, നൗഫിയ മുഹമ്മദ്, മാധവ് ആർ, ഷിജി കൃഷ്ണ എന്നിവരാണ്. ഉത്തരം കമൻറ്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് ഇന്നത്തെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ബോണസ് ചോദ്യം ഇതാണ്. 1909 നവംബറിൽ ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രയ്ക്കിടെ ഗാന്ധിജി പൂർത്തീകരിച്ച ഗ്രന്ഥം ഏതാണ്? നവംബറിൽ ഗാന്ധിജി ലണ്ടനിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് കപ്പൽ യാത്രയ്ക്കിടെ ഗാന്ധിജി പൂർത്തീകരിച്ച ഗ്രന്ഥം. ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ പേരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.